ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്ന് ഇടേണ്ട വ്ളോഗ് ഇതൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ എൻ്റെ കുറച്ച് തോട്ട്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ഐ ഫീൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ ഇമോഷൻസ് ഹേർട്ട് ചെയ്യാനല്ല, ബട്ട് ഐ തിങ്ക് ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണമെന്ന് വിചാരിച്ചു. ഓബ്വിയസ്ലി, സോ ദിസ് ടോപ്പിക് ഇസ് അബൌട്ട് വയനാട്. സോ വയനാട്ടിൽ ഇതുപോലത്തെ എൻ്റെ ഒരു ജീവിതത്തിൽ ഇതുപോലെ ഇത്രയും സങ്കടം ഉണ്ടാക്കുന്ന ഒരു ട്രാജഡി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് പേഴ്സണലി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെ നടക്കുന്നതിനും കാട്ടി കൂടുതൽ പേഴ്സണലി എഫക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ വിഷമം തോന്നുന്നതും ഓബ്വിയസ്ലി നമ്മുടെ കേരളത്തിൽ നടക്കുന്നതാണ്. അത് നമ്മൾ ആദ്യമേ ഇന്ത്യനാന്ന് പറയണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹ്യൂമാനിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാലും സംതിങ് വിച്ച് ഇസ് ക്ലോസർ ടു അവർ ഹോം, അതിനായിരുന്നു എനിക്ക് പേഴ്സണലി എപ്പോഴും എഫക്റ്റ് ആവുന്നത്. ഇറ്റ് മൈറ്റ് ബി റോങ്, ഇറ്റ് മൈറ്റ് ബി റൈറ്റ്, എന്താണെങ്കിലും. പക്ഷെ എനിക്ക് പേഴ്സണലി എപ്പോഴും വിഷമം ഉണ്ടാക്കുന്നത് സംതിങ് വെരി ക്ലോസ് ടു ഹോം ഉണ്ടാവുന്ന ഒരു ഇഷ്യൂസാണ്. സോ ഞാനത് നേരത്തെ പറഞ്ഞിട്ടോ, എന്നോട് ഗാസ ഇഷ്യൂവിനൊക്കെ കുറിച്ച് കുറേ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓബ്വിയസ്ലി ഇറ്റ് ഇസ് റോങ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് റൈറ്റ് എന്നുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഗാസയെ മരിക്കുന്നതിനും കാട്ടി കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും മീഡിയ കവറേജ് കിട്ടുന്നില്ല. സോ ഐ നെവർ കമൻറ്റഡ് ഓൺ ദ ഗാസ ഓർ ഇസ്രയേൽ ഇഷ്യൂ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ വയനാട്ടിലെ ഇഷ്യൂ ഇന്ന് ഞാൻ ഒരു റിപ്പോർട്ട് കണ്ടതാണ്. ബോഡീസും ഡെഡ് ബോഡീസും ഓബ്വിയസ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതല്ലാതെ അതിലെ ബോഡി പാർട്സ് ഇങ്ങനെ നമ്മുടെ ആ ഡിഗ് ചെയ്തെടുക്കുമ്പോൾ ബോഡി പാർട്സ് ഓരോരുത്തരുടെ ബോഡി പാർട്സിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആൾക്കാരുടെയൊക്കെ ബോഡി പാർട്സ് ഒരുമിച്ചാണ് കിട്ടുന്നത്. ബോഡി എവിടെയോ, ബോഡി കൈ വേറെ കാല് വേറെ, എന്നിട്ട് അതൊക്കെ ഇനി DNA ടെസ്റ്റിന് കൊടുത്തിട്ട് വേണം ഐഡൻറ്റിഫൈ ചെയ്യാൻ. സോ ഇത്രയും ആൻഡ് വേഴ്സ് പാർട്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇനി ആ ഒരു സ്ഥലത്ത് ഒരു എക്സ്പേർട്ട് പറയുന്നത് കേട്ടാണ്, ആ ഒരു സ്ഥലത്ത് ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് ഇനി താമസം നടക്കില്ല. നമ്മുടെ പ്രളയം പോലും, നമ്മുടെ കേരളത്തിലെ പ്രളയം പോലും കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പ്രളയമൊക്കെ ഇറങ്ങിയ ശേഷം മിക്കവർക്കും തിരിച്ചവരുടെ വീട്ടിലേക്ക് ഓബ്വിയസ്ലി റീബിൽഡ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും പോകാൻ പറ്റി. പക്ഷേ ഈ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഇനി ആൾതാമസം ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് ഞാൻ കേട്ടത്. തെറ്റായിരിക്കാം അല്ലെങ്കിൽ ശരിയായിരിക്കാം, പക്ഷേ അതൊക്കെ കേട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കും, നമുക്ക് നമ്മുടെ സ്ഥലത്ത് തിരിച്ച് ഒരിക്കലും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും. സോ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കിപ്പോൾ ഓരോ ദിവസവും നമ്മൾ മറക്കാൻ ശ്രമിക്കും. കാരണം നമുക്ക് പേഴ്സണലി ഇതോർത്ത് വിഷമിച്ചിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യഘട്ടത്തിൽ ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് റെസ്ക്യൂ ആണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ബോഡീസ് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ ഒന്നുമില്ല. റെസ്ക്യൂ മിഷൻ്റെ ഇനിയുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡെഡ് ബോഡീസ് റിക്കവർ ചെയ്യാനാണ്. ആ ഒരു ടൈമിൽ ഇവരെല്ലാവരും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് താമസിച്ചിരിക്കുന്നത്. സോ എയ്ഡും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്. അത് അവർക്ക് നമ്മുടെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ കേരളം ഇതുപോലെ കൊടുക്കുന്നത് പ്രളയം ടൈമിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അൻപോട് വെച്ച് എന്ന് പറഞ്ഞ സംഭവത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് ഫ്ലഡും അതൊക്കെ ഉണ്ടായപ്പോഴും കേരള ഫ്ലഡൊക്കെ ഉണ്ടായപ്പോഴും. പക്ഷേ ഇതുപോലെ കേരളത്തിലെ ആൾക്കാർ എനിക്ക് അത്രയും ഹേർട്ടായി കാണും ആ ഒരു സംഭവം കണ്ടിട്ട്. കാരണം നല്ല രീതിയിലുള്ള മീഡിയ കവറേജും ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്ക് പേഴ്സണലി കേൾക്കാൻ പറ്റി. ഇതുപോലെ കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വേറെ സ്റ്റേറ്റ് ആണെങ്കിലും നമ്മുടെ ആൾക്കാരാണെങ്കിലും വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു. ഇറ്റ് ഇസ് ലൈക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ് ഇത് കാണുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇമോഷൻസ് കുറച്ച് ടേക്ക് ഓവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കുറവാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരുപാട് മീഡിയയിൽ, ഐ തിങ്ക് സോ ഏഷ്യനെറ്റിലോ ന്യൂസ് ചാനൽസിലോ അത് യൂട്യൂബ് ചാനൽ എവിടെയോ ഞാൻ കണ്ടതാണ്, കുറേ ആൾക്കാരുടെ ഇപ്പോൾ ഓണം വരുവാണല്ലോ, ഓണം സ്റ്റോക്കിനുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റേ ആക്സസറീസ്, ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിൽസ്, അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന കണ്ടു. അവർ കഷ്ടപ്പെട്ട് അത്രയും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളല്ല ഞാൻ പറയുന്നത്, അവരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുടെ കാര്യം പറയുന്നത്, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓണമാണല്ലോ ഒരു സീസൺ നടക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഒരു വർഷത്തെ സെയിലിൻ്റെ ഒരു 30%, 40% ഈ ഒരു ഓണത്തിന് മാസമായിരിക്കും നടക്കുന്നത്. അതെടുത്ത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ
എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനാണെങ്കിൽ ഒരു സിറ്റുവേഷൻ, എൻ്റെ കുടുംബം എല്ലാം പോയി, എനിക്ക് അപ്പോൾ ഒരു നല്ല ഉടുപ്പ് കിട്ടുമോ ചീത്ത ഉടുപ്പ് കിട്ടുമോ എന്നല്ല എൻ്റെ ഒരു പ്രയോറിറ്റി. എൻ്റെ പ്രയോറിറ്റി എന്ത് കിട്ടിയാലും മതി. പക്ഷേ ആ ഒരു ഓണേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഒരു ഷോപ്പ് നടത്തുന്ന ആൾ, ഞാൻ ആ ഷോപ്പിൽ ഈ ഒരു സംഭവങ്ങൾ നല്ല കച്ചവടമൊക്കെ നടത്തി അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കി, ആ പൈസയാണ് ഇനി എല്ലാവർക്കും വേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു മനസ്ഥിതിയിലായിരിക്കും എല്ലാവരും. അല്ലാതെ അവർ കൊടുത്തവരുടെ നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും പേഴ്സണലി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അവർക്ക് എല്ലാവർക്കും, കാരണം ഡൊണേഷൻസ് ആയിട്ട് ഇഷ്ടം മാതിരി സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിർത്തി എല്ലാവരും അവർക്ക് മാക്സിമം, നമ്മൾ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കി, ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് ചെയ്ത് എക്സ്ട്രാ എന്താണെങ്കിലും പൈസ നമുക്ക് മാക്സിമം ഉണ്ടാക്കിയിട്ട് പൈസയിലാണ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ വീട് അവർക്ക് കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ടൗൺഷിപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കിട്ടും, എപ്പോൾ കിട്ടും എന്നൊന്നും അറിയില്ല. പക്ഷേ ഓക്കെ, സപ്പോസ് അതെല്ലാം ഉടനെ കിട്ടി, അവരെല്ലാവർക്കും മാറ്റി താമസിപ്പിച്ച് ഒരു വീട് പോലെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ താമസം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്ത്? ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വർണ്ണം ഉള്ളവരുണ്ട്, സ്ഥലം ഉള്ളവരുണ്ട്, അവരുടെ FD ഡിപ്പോസിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ കാണും. പക്ഷെ എല്ലാം ചിലപ്പം അവരുടെ ഒന്നും കാണില്ല, ഇവർക്ക് ഒന്നുമില്ല. ഇപ്പോൾ 0 എന്നാണ് ഒരു ജനിച്ചു വെച്ച് എങ്ങനെയാണ് വരുന്നത് അതുപോലെ, പ്ലസ് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ. സോ ഈ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും? ഇപ്പം ഞാൻ കണ്ടു അതിൽ ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് ഓട്ടോ ഇല്ല, ആ കൂടെ പുള്ളിയുടെ കയ്യിലുള്ളത് ആ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ കറണ്ട് പോയപ്പോൾ കണ്ട് ടോർച്ചിന് വേണ്ടി ഫോൺ എടുത്തു, ആ ഫോൺ മാത്രമേ ഉള്ളൂ. ഒരു ഫോണും പുള്ളിയും 8 ഡ്രസ്സും ഉണ്ട്. സോ അവർക്കിപ്പോൾ സാധനങ്ങൾ കിട്ടിയാലും അതൊക്കെ കിട്ടിയാലും മുന്നോട്ട് എന്തെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇവൻച്വലി ഓബ്വിയസ്ലി ഇവരും ഫൊർഗോട്ടണോ, വീട് കൊടുക്കും, അവരെ മാറ്റി താമസിപ്പിക്കും, കുറച്ച് കാലം ഈ ഒരു അവരുടെ കുറച്ച് കഥകളൊക്കെ വരും. പക്ഷെ 1-2 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 വർഷം വീടൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീഹാബിലിറ്റേഷൻ അവരെ വാടക വീട്ടിലേക്ക് മാറ്റണം എന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി അതാണിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് അതിന് തന്നെ ഇപ്പോൾ സപ്പോസ് ഗവൺമെൻറ് അത് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ആൾക്കാർ തന്നെ അസോസിയേഷൻസ്, അല്ലെങ്കിൽ ഈവൻ ഇപ്പം ഈ സെലിബ്രിറ്റീസ്, ബിസിനസ്സുകാർ, യൂട്യൂബേഴ്സ് ആരാണെങ്കിലും ഓരോരോ ഫാമിലിനെ എടുക്കുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു വർഷത്തെ റെന്റ് സ്പോൺസർ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഇനി അങ്ങനത്തെ കാര്യത്തിനാണ് പൈസ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, റാദർ ദാൻ തിങ്സ്. ഇപ്പം തിങ്സിനല്ല ഇനി വേണ്ടത്. കാരണം ഇവർക്ക് ഇനി വീട് വെച്ചു കൊടുത്താലും അതിൻ്റെ അകത്ത് ഫേർണിഷിംഗ് ആണെങ്കിലും അതൊക്കെ വളരെ ബേസിക് ആയിരിക്കും. ഇവർക്ക് ഇനി ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് അടുത്തൊരു 5-10 വർഷത്തേക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണെങ്കിൽ ഇവരെ ഹാപ്പി ആക്കി വെക്കേണ്ടത്, നമ്മുടെ ഫാമിലിനെ പോലെ തന്നെ ഇവരെ ഹാപ്പി ആക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിന് ഇനി, കാരണം നമുക്ക് പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അവരനുഭവിച്ച വിഷമം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അവരെന്ത് പറഞ്ഞാലും സമാധാനിക്കാൻ പറ്റില്ല. പക്ഷെ ഇനിയുള്ള ലൈഫ് അവർക്ക് നന്നാക്കി കൊടുക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ അനുഭവിച്ച വിഷമങ്ങൾ പോയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ദിൽ ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ്. മുന്നോട്ട് നോക്കാൻ എന്തെങ്കിലും അവർക്ക് വേണം. ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ അവിടുത്തെ കുറേ, എനിക്കൊന്നും ഇൻസ്റ്റഗ്രാമറൊന്നും അല്ല, പക്ഷെ ഒരു 100-200 ഫോട്ടോസ് പുള്ളി എടുത്ത് പണ്ട് തൊട്ടേ, കാരണം അത്ര ഇഷ്ടമുള്ള ഗ്രാമമായിരുന്നു. ആ പയ്യൻ്റെ 8 കുടുംബക്കാരാണ് പോയത് എന്ന് പറയുമ്പോൾ ഒരു അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് മദർ, അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ടോയെന്ന് അറിയില്ല, പിന്നെ നെയ്ബേഴ്സ്. എല്ലാവരും ഇവരുടെ വീട് സേഫാന്ന് വിചാരിച്ചു വിടാതെ നെയ്ബേഴ്സ് അങ്ങനെ എല്ലാവരും വിളിച്ചു ചോദിച്ചു. ഇവർക്കൊക്കെ 18-19 വയസ്സുകാരനേ ഉള്ളൂ. സോ ഇവർക്കൊക്കെ ഇനി വേണ്ടത് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു ആണ്. അതിന് പണം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇങ്ങനത്തെ വരെ എല്ലാവർക്കും ഇനിയിപ്പം 1 വർഷം കഴിഞ്ഞ് വീടൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ മറന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ഓട്ടോ വാങ്ങി കൊടുക്കാൻ പറ്റും എല്ലാവർക്കും കൂടെ. കുട്ടികളുള്ള ഫാമിലീസ് ആണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ മേ ബി അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് വരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. സംതിങ് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണം ഇനി പൈസ സ്പെൻഡ് ചെയ്യാനുള്ളതൊന്നും. സോ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഇനി നമുക്ക് മെയിനായിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഇത് മറന്നു പോകരുത് എന്നുള്ള ഒരു റിക്വസ്റ്റാണ് മെയിനായിട്ടുള്ളത്. 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും നമുക്ക് ഇവരെ റെലവെൻ്റ് ആയിട്ട് തന്നെ നിർത്തണം. ഈ ഒരു സംഭവം റെലവെൻ്റ് ആയിട്ട് തന്നെ നിർത്തണം. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ചിലപ്പം ഒരു ഓട്ടോ പോയ ചേട്ടന് ഓട്ടോ വാങ്ങി കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുള്ളവർക്ക് എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യാനായിരിക്കും. ഒന്നുമില്ലെങ്കിൽ പോലും ഇവരുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കി കൊണ്ടുപോകണം. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട് കിട്ടി, ഓക്കെ ഫൈൻ,
അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഒരു ചെറിയ തുക ചിലപ്പോൾ അവർക്ക് ഒരു റിലീഫായിട്ട് കിട്ടും. എന്നിട്ടും അവരെന്ത് ചെയ്യും? ഒന്നും ഇല്ലാത്തവരായിരിക്കും. ഇവർ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതെല്ലാം പോയിട്ടില്ലേ. സോ ഒരു രീതിയിലും ഇവരുടെ ട്രാജഡി മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെ ഫ്യൂച്ചർ ലൈഫ് കംഫർട്ടബിൾ ആക്കി വെക്കണം. അതിന് ഇവരെ എപ്പോഴും റെലവൻ്റ് ആക്കി വെക്കണം. അതിന് നമ്മൾ യൂട്യൂബേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും മീഡിയ വിൽ ഓബ്വിയസ്ലി ഗോ ആഫ്റ്റർ ദ ന്യൂ ലേറ്റസ്റ്റ് ന്യൂസസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഓൺലൈനായിട്ടുള്ളവർക്കൊക്കെ അവരെ റെലവൻ്റ് ആക്കി വെക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് അവരെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായി തോന്നുന്നത്, കുറേ പേര് ഡിസഗ്രി ചെയ്യാം, ഈ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഓൺലൈനിൽ വരുന്നത് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയധികം ആൾക്കാർ മുന്നിലേക്ക് വരുന്നത്. ഞാൻ തന്നെ എനിക്കിപ്പം ആൾക്കാർ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നത് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പരിധിക്ക് വിട്ടൊന്നും ചിലപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ട് വി ജസ്റ്റ് ഫീൽ ലൈക്ക് നമ്മളെ കൊണ്ടാവുന്ന മാക്സിമം നമുക്ക് ചെയ്യണമെന്ന്. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇവരെ നമ്മൾ ഓർത്തിരിക്കണം. 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ ഒന്നും മറന്നു പോകരുത്. ഇതല്ലാതെ ഇത് ഓബ്വിയസ്ലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കൂടുതൽ വ്ളോഗ്സ് ചെയ്യുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് മൈ ജോബ്. അതാണ് എൻ്റെ ജോലി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നല്ല നല്ല റിസോർട്ട്സ് ആണ്. പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ റിസോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്യാൻസൽഡ് ആണ്. അത് റെലവൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വർക്ക് ചെയ്യുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിനുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ പ്രൈം സീസണാണ് വന്നിരിക്കുന്നത്. ആ ഒരു സീസൺ പോയി. സോ അവർക്കും ഇത് എഫക്റ്റ് ആവാത്തവരെ ഇൻഡയറക്ട്ലി വരെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ അവരുടെയും ജോലി പോയി, അവർക്കും ഒന്നും ചെയ്യാതെ അവർക്കും ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ എല്ലാം കൂടെ കൊണ്ടും വയനാടിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇത് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്തവരുടെ വിഷമം നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഇൻഡയറക്റ്റ്ലി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നവരുടെ വിഷമവും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇറ്റ് ഈസ് വെരി സാഡ് ഫോർ ദം ഓൾസോ. എല്ലാം കൂടെ കൊണ്ടും വളരെ ഒരു വിഷമത്തോടെ പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം അധ്വാനിക്കുക, ജോലി ചെയ്യുക, മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്കുക, എന്നിട്ട് ഇവരെ ഓർത്തിരിക്കുക. അവർക്ക് ആവശ്യം വരുന്നു എന്ന് അറിയുന്ന ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അന്വേഷിച്ചിട്ട് അവർക്ക് നേരിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. നേരിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഹെൽപ്പായിരിക്കും. അല്ലാതെ നമ്മുടെ റിലീഫ് ഫണ്ടിലും അതിൽ കൂടെ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എക്സ്പെക്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ആ ഹെൽപ്പ് 1 വർഷം അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ടെമ്പററി നമ്മൾ അവരെ ഓർത്തിരിക്കുന്ന അത്രയും കാലത്തിൽ മാത്രം ഒതുക്കാതെ അവരെ 1 വർഷമോ 2 വർഷം കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഹെൽപ്പ് വേണ്ടി വരും. കാരണം അങ്ങനെ ഒരു കോടീശ്വരോ അല്ലെങ്കിൽ 10 സ്ഥലത്ത് വീടുള്ളവരൊന്നും ആയിരിക്കില്ല ഇവർ. സാധാരണ വളരെ നോർമൽ ഡെയിലി അധ്വാനിച്ച് ജീവിക്കുന്നവരായിരിക്കും. സോ അവർക്ക് ഒറ്റയടിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. 1-2 വർഷം കഴിഞ്ഞാൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളവരെ ഓർക്കണം. ആൻഡ് അത്രയും കാലം കഴിഞ്ഞാലും നമ്മൾ അവരെ റെലവൻ്റ് ആക്കി വെച്ച് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുത്ത് ഇനിയുള്ള അവരുടെ ലൈഫ് എങ്കിലും ഹാപ്പി ആക്കി കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി കേരളത്തിനുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എസ്പെഷ്യലി കേരളത്തിലെ ജനങ്ങൾ. കാരണം ഔട്ട്സൈഡ് ഹെൽപ്പ് നമുക്കിപ്പോൾ ഗാസ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈവൻ ഒരു പരിധി വരെ ബോംബെയും ഡൽഹി പോലെ നമുക്ക് കിട്ടില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, നമ്മൾ കുറച്ച് നിമിഷത്തിനുള്ളിൽ സന്തോഷമായിട്ടുള്ളൊരു ജനവിഭാഗത്തിൻ്റെ ലൈഫ് മാറ്റിമറിച്ച് അവസാനിക്കുന്നത് നമ്മളെ കൺമുമ്പിൽ കണ്ടതാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് വി ഹാവ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ് മാക്സിമം ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, മാക്സിമം സന്തോഷം കണ്ടെത്തുക. ആൻഡ് ഒരിക്കലും ഡു നോട്ട് ടേക്ക് യുവർ ലൈഫ് ഫോർ ഗ്രാൻറ്റഡ്. സോ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതൊക്കെ ഒന്ന് സബ്സൈഡ് ചെയ്ത് ആദ്യമേ വരുന്ന എയ്ഡൊക്കെ അവർക്ക് കിട്ടി, ഡിസേർവ് ചെയ്യുന്നവർക്ക് കിട്ടി, അവരൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഓർത്ത് വെച്ച് അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് ദ റൈറ്റ് തിങ്. പക്ഷേ ഇത് ആൾക്കാർ ഡൊണേറ്റ് ചെയ്തവരെയോ അല്ലെങ്കിൽ കൊടുത്തവരെയോ ആരെയും ഇൻസൾട്ട് ചെയ്തോ താത്തിപ്പറയോ അല്ല. അവർക്ക് പക്ഷേ ഐ തിങ്ക് വി ക്യാൻ ഡു മോർ ദാൻ ദാറ്റ്. ആ ഒരു സംഭവം കാട്ടി കൂടുതൽ നമുക്ക് കുറച്ച് ഇമോഷണലാക്കി അല്ലെങ്കിൽ പ്രാക്ടിക്കലായി തിങ്ക് ചെയ്താൽ അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ എന്തായാലും വെരി ഹാപ്പി ടു സീ കേരള കമ്മിങ് ടുഗെദർ ലൈക്ക് ദിസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് ഫോർ സച്ച് എ ബിഗ് ട്രാജഡി. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് എല്ലാവർക്കും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻഡ് ലെറ്റ്സ് കീപ് വയനാട് റിലവൻറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 5 to 10 years. താങ്ക് യു.